പറയുന്നുണ്ടെങ്കിലും അയാൾ അത് മൈൻഡ് ചെയ്യാതെ താഴേക്ക് പോകുന്നു. താഴെ എത്തിയുടൻ ടോമിനോട് ഞാൻ വരുന്നവരെ ഈ സ്ഥലമൊക്കെ നീ നോക്കണം എന്നൊക്കെ കൂപ്പർ പറയുന്നു. അതുകൂടാതെ അമ്മാവനായ ഡൊണാൾഡിനോട് എന്റെ മക്കളെ നല്ലോണം നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞു കൂപ്പർ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ദേഷ്യത്തോടെ കഥകടച്ച് മുറിയിൽ കിടന്ന മർഫി കരഞ്ഞുകൊണ്ട് അച്ചാ അച്ചാ എന്ന് ഉറക്കെ വിളിച്ച് പുറത്തേക്ക് ഓടി വരുന്നു. അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം കൂപ്പർ സൈഡിലുള്ള സീറ്റിലെ തുണി മാറ്റി നോക്കുന്നു, മർഫി പഴയതുപോലെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ. പക്ഷെ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. കൂപ്പറിന് സങ്കടം സഹിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം മകളെ അയാൾക്ക് അത്രമേലെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ മക്കളെ ഉപേക്ഷിച്ച് പോവേണ്ട അവസ്ഥയിലാണ് കൂപ്പർ എത്തിയിരിക്കുന്നത്. തന്റെ ഈ സങ്കടം സഹിക്കാൻ പറ്റാതെ കൂപ്പർ ഒരുപാട് കരയുന്നു. അങ്ങനെ കൂപ്പർ നാസയുടെ സീക്രട്ട് പ്ലേസിലെത്തി ആ മിഷനിൽ ജോയിൻ ചെയ്തു. ആ ടീമിൽ 4 പേരാണ് ഉണ്ടായത്. അമേലിയ, കൂപ്പർ, ഡോയൽ, റൂമിലി എന്നിങ്ങനെ 4 പേരാണ്. അതുകൂടാതെ ഇതിനു പുറമെ ടാർസൻ, കേസ് എന്നീ 2 AI റോബോട്ട്സുകളും ഇവരുടെ കൂടെ ഉണ്ട്. ആദ്യ ടാസ്ക് സാറ്റൺ എന്ന ഗ്രഹത്തിന്റെ അടുത്തുള്ള വേം ഹോളിന്റെ അടുത്ത് എത്തുക എന്നതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അവർ സാറ്റണിന്റെ അടുത്ത് എത്തുമ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടി ടൈമറൊക്കെ സെറ്റ് ചെയ്ത് അവരെല്ലാവരും ക്രയോ സ്ലീപ്പിൽ കിടക്കുന്നു. അങ്ങനെ ഇവർ ഉദ്ദേശിച്ച പോലെ സാറ്റണിന്റെ അടുത്തുള്ള വേം ഹോളിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ക്രയോ സ്ലീപ്പിൽ നിന്നും അവരെല്ലാം എഴുന്നേൽക്കുന്നു. ഇപ്പോൾ ഇവരുടെ മുന്നിൽ തന്നെ ആ വേം ഹോൾ ഉണ്ട്. അവർക്കത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്പേസ്ഷിപ്പ് വേം ഹോളിനുള്ളിലേക്ക് കയറ്റുന്നു.